ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ മന്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ റെസ്റ്റോറൻറ്റിന് കിട്ടുന്ന മന്തിനേക്കാളും അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ചിക്കനും മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു ഫുൾ ചിക്കൻ എന്ന് എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുഴുവൻ കുരുമുളകില്ലേ അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണക്ക നാരങ്ങയില്ലേ അതിൻ്റെ അരമുറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊടിച്ചിട്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മന്തി മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കൈപിടി ഫുള്ളും മല്ലിച്ചപ്പിന് കുറച്ച് കുറഞ്ഞിട്ട് പുതിനയും കൂടി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 വലിയ ക്യാപ്സിക്കും കൂടി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 4 ചിക്കൻ സ്റ്റോക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ സ്റ്റോക്ക് ഇടുന്ന ടൈമിൽ പൊടിയായിട്ടാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പിടുന്ന ടൈമിൽ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ചിക്കൻ സ്റ്റോക്കെല്ലാം ഇട്ടതില്ലേ, അപ്പോൾ ഉപ്പിടുമ്പം നോക്കിയിട്ട് ഇടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും ചേർത്തതിന് ശേഷം കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ചിക്കനിലൊക്കെ നല്ലോണം മസാല പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ ചിക്കനിൽ മസാലയ്ക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെക്കുക. അപ്പോൾ എത്രയും നേരത്തെ നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നോ അത്രയും മസാല നല്ലതുപോലെ ചിക്കനിൽ പിടിക്കും കേട്ടോ. 1.5 കിലോ അരി എടുത്തിട്ടുണ്ട്. സെല്ല ബസ്മതി റൈസ് ഗോൾഡ് എന്നിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഈ അരി നല്ലതുപോലെ കഴുകിയിട്ട് എടുക്കാം കേട്ടോ. അരി ഞാൻ 1.5 മണിക്കൂറോളം പൊതിർത്തി വെക്കുന്നുണ്ട്. എത്ര ടൈം പൊതിർത്തി വെക്കണോ അത്രയും നല്ലതാണ്. ഇനി 1/4 ടീസ്പൂൺ മല്ലിയും 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം 1/4 ടീസ്പൂൺ കുരുമുളകും പിന്നെ 3 കറാമ്പും 2 ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മന്തിൻ്റെ റൈസ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയും ജീരകവും കുരുമുളകും പട്ടും കറാമ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 3 ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. 1 കപ്പ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് 2 ഉണക്കനാരങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ചിക്കൻ ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ്റെ എല്ല് പീസില്ലേ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ മന്തി മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നീട് വെള്ളം തിളക്കുന്ന ടൈമിൽ നമ്മൾ നേരത്തെ കഴുകി വെച്ച അരി ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടാവില്ലേ അത് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെയും മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ മസാലയിലുള്ള ഓയിൽ ഉണ്ടാവില്ലേ അത് കുറച്ചെടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ്റെ മസാലയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച റൈസ് ഉണ്ടാവില്ലേ അത് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം മന്തി മസാല പൊടി ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഓയിൽ ഉണ്ടാവില്ലേ അത് ഇങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് മന്തി മസാല വിതറി കൊടുക്കുക. നേരത്തെ മാറ്റി വെച്ച ഓയിൽ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ അത് സെറ്റാക്കിയതിന് ശേഷം പച്ചമുളക് ഉണ്ടാവില്ലേ ഇതുപോലെ കുത്തി വെച്ചെടുക്കാം കേട്ടോ, ഒരു 3-4 എണ്ണം. എന്നിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് ഒരു സ്റ്റീൽ പാത്രം വെച്ചിട്ട് ചാർക്കോൾ കത്തിക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വേഗം മൂടി വെക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് സമയം ഇതുപോലെ വെച്ചതിന് ശേഷം ചിക്കൻ ഉണ്ടാവില്ലേ ചിക്കൻ മാറ്റി വെച്ചിട്ട് ഈ റൈസിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാർക്കോൾ കത്തിച്ചിട്ട് ആ സ്റ്റീൽ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചെടുത്തിട്ട് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ വേഗം. അങ്ങനെ കുറച്ച് സമയം അതുപോലെ തന്നെ വെക്കാം കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് പുകയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ നടുക്ക് വെച്ച പാത്രം ഉണ്ടാവില്ല, സ്റ്റീൽ പാത്രം, അതെടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് കൂട്ടാനായിട്ട് തക്കാളി ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിന്. ഈ തക്കാളി ചട്നീൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടി കൊടുക്കുന്നുണ്ട്, വേണ്ടുന്നവർ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. തക്കാളി ചട്നിയും മയോണൈസും ചിക്കനൊക്കെ മിക്സ് ചെയ്തിട്ട് അടിക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കിട്ടുന്നതിനേക്കാൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും പോയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേഗം ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക.